ബറോസ് ത്രൂ ഔട്ട് അത് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ ഷൂട്ടിംഗ് ടൈം. ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 2 months ബിഫോർ ജോയിൻ ചെയ്തായിരുന്നു. ഫുൾ ഷൂട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരുന്നു. ഇപ്പോ ഭയങ്കര ഒരു ആംബിഷ്യസ് പ്രോജക്റ്റ് ആയിരുന്നു. 3Dയിലും നേറ്റീവ് 3Dയിലും നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. ഇപ്പോ ക്യാമറ ഒരു രീതിയിൽ ഒരു മൂവ്മെന്റ്, ഒരു കോംപ്ലിക്കേറ്റഡ് മൂവ്മെന്റ് ഒക്കെ വേണമെന്ന് ലാൽ സർ ചോദിച്ചിട്ട് ജിബ് ഓപ്പറേറ്റർ അയ്യോ സാറേ അത് പ്രശ്നമാണല്ലോ, അത് നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ഇത്രയും സമയത്തില്? അയ്യോ ആണോ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാമല്ലോ, നീ പറ നമുക്ക് എങ്ങനെ ഇതേ സാധനം ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാലോ ലാൽ സർ എങ്ങനെയാണ് സെറ്റ്, അതേ ഒരു അപ്രോച്ച് ആയിരുന്നു. പിന്നെ സന്തോഷ് ക്യാമറ ചെയ്തത്. അദ്ദേഹത്തിനോട് ഒരു എക്സ്പീരിയൻസ്. പിന്നെ സന്തോഷ് സാറിന് ഇപ്പം അടിപൊളിയായിരുന്നു. സന്തോഷ് സാർ ഭയങ്കര വിറ്റിയാണ്. അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ സാറിന്റെ അടുത്തേക്കൊക്കെ പോവാണെങ്കിലും മറ്റേ നമ്മളിങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കി ഒരു എന്തെങ്കിലുമൊക്കെ കോമഡി ഒക്കെ അടിക്കും. ബട്ട് ബ്യൂട്ടിഫുൾ. ചില ഷോർട്സിലേക്കൊക്കെ സാറിന് ക്യാമറ ഓപ്പറേറ്റേഴ്സും കൂടെ ഉണ്ട്. ചില ഷോർട്സിന് ചില ക്ലോസ്അപ്സിനൊക്കെ സന്തോഷ് സാർ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കും. അല്ലെങ്കിൽ സാർ 3D മോണിറ്ററിൽ എല്ലാം മോണിറ്റർ ചെയ്യുമായിരിക്കും. ചില ഷോർട്സിന് സാർ തന്നെ വന്നിരിക്കും. അപ്പൊ സെറ്റ് തന്നെ ഫുൾ ഒരു എക്സൈറ്റ്മെന്റ്. ഓ മൈ ഗോഡ്, സന്തോഷ് ഇസ് കമ്മിങ് ഓപ്പറേറ്റിംഗ് ദ ക്യാമറ എന്നൊക്കെ ഉള്ളൊരു ഫീൽ.